പൂത്തിട്ടൊന്നുമില്ല കേട്ടാ. നമ്മളെ ചൂട് സമയത്ത് നല്ല വെള്ളമൊക്കെ കൊടുത്ത് വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് മരവും അന്നേരമാണ് കിളിർത്ത് നല്ല തടിച്ച് വളരുന്നത്. നമ്മൾ വിചാരിക്കും മഴയാകുമ്പോഴാണ് ഇതൊക്കെ വളരുന്നതെന്ന്. ഇത് മുട്ടാണോ? ഡൗട്ടാണേ. ഇത് നമ്മുടെ സ്ട്രോബെറി പേരയാണ്. പേരയുടെ ഇനത്തിൽപ്പെട്ട സ്ട്രോബെറി പേര. ഇത് പീനട്ട് ബട്ടർ. കപ്പലണ്ടിയുടെ ടേസ്റ്റുള്ള എന്തോ ഒരു ഞാനിതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ മരമാണ്, അതിൻ്റെ തൈ. ഇത് ലോഗനാണ് കേട്ടോ. ലച്ചിയുടെയൊക്കെ പോലെ വരിക്കും ലോഗൻ്റെ മരം. നമ്മുടെ കിലോ പേരയ്ക്കതണ്ടേ വലുതായി വരുന്നുണ്ട്. നമ്മളിവിടെ 5 എണ്ണം ഉണ്ട് കേട്ടോ. കിലോ പേരയാണ്. നല്ല വെയിറ്റ് വലുതാവുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഈ പേരയ്ക്ക. അതെ, നമ്മുടെ കപ്പയ്ക്ക താഴെയൊക്കെ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് ഗുജറാത്ത് മാവ. ഇതൊക്കെ ഇങ്ങനെ തിളിർത്ത് വരുമ്പോൾ എന്തൊരു ഭംഗിയാണ് കാണുമ്പോൾ തന്നെ. നല്ല സന്തോഷം കേട്ടോ. ഇത് ഉമ്മർ ചാമ്പയെന്ന് പറയുന്ന ചാമ്പയ്ക്ക മരമാണ്. ഇതിനകത്ത് പൂത്തൊന്നും വന്നിട്ടില്ല, പൂക്കുമായിരിക്കും. നമ്മുടെ ഒരു പേരയ്ക്കേണ്ടതാണേ. ഇത് വിളഞ്ഞ് നിൽക്കുകയാണോ എന്നൊരു സംശയം. കളറൊക്കെ മാറി സാധാ വിളഞ്ഞ് നിൽക്കും പോലെ തോന്നുന്നുണ്ട്. നല്ല വെയിറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു കൊച്ചിരി മരം തന്നെ വേണ്ട പിടിച്ചൊക്കെ വന്നു. നമ്മുടെ വാഴയുണ്ടല്ലോ, ഇങ്ങനെ പോലെ ബോ പോലെയാണെന്ന് തോന്നുന്നു. ആർച്ച് വെക്കുന്ന പോലെയാണ്. ഇത് താഴെ വീഴേണ്ടതാണ്. കുറച്ചുകൂടി ഒന്ന് പഴുത്തിട്ട് വീഴണേന്ന് ഞാൻ ഇവനോട് എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ J33 പ്ലാവ് വലുതായിട്ടുണ്ട് കേട്ടോ. നല്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതിൻ്റെ. ഇത് ജബോട്ടിക്കാവാണ് കേട്ടോ. ചെടിച്ചട്ടിയിൽ വെച്ചേക്കാണ് ഒക്കെ. ഇത് നമ്മുടെ കുടംപുളിയാണ്. കുടംപുളി മരം പൂത്തിട്ടൊന്നും ഇല്ല, വലിയ മരമായിട്ട് നിൽപ്പുണ്ട്. എപ്പോഴെങ്കിലും പൂക്കുമ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ജാതിക്ക മരം. പൂത്തിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ ജാതി മരവും ഇതാണ്. ജാതി മരത്തിന് ചോലയാണ് നല്ലതെന്നാണ് പറയുന്നത്. നമ്മുടെ സർവ്വസുഗന്ധി നല്ല മണമാണ് കേട്ടോ ഇതിൻ്റെ ഇലയ്ക്ക്. കണ്ടോ, നല്ല ഫ്ലേവറൊക്കെ ഉള്ള ഒരു ഇല. ഇത് നല്ലൊരു മണമാണ് കേട്ടോ. ഇത് നമ്മുടെ പട്ട ഇല്ലേ, പട്ടം വൈനയില പോലെ ഇരിക്കും. ഇതാണ് പട്ട. ഇത് വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ. വേണ്ടേ 2 എണ്ണം. ഇലയൊക്കെ ഒരു മാതിരിയാവും. ഈ ഇല നമ്മൾ ഗരം മസാലയൊക്കെ മേടിക്കുമ്പോഴേ അതിൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. ഈ തടിയിൽ നിന്നാണ് പട്ടയ്ക്ക് വേണ്ടിയിട്ട് ചെത്തിയെടുക്കാമെന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ചെത്തി എടുക്കുമ്പോഴാണ്